ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദേവിക. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ബിഗിനർ ഫ്രണ്ട്ലി സ്കിൻ കെയർ റൊട്ടീനാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു സ്കിൻ കെയർ റൊട്ടീൻ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയണം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അറിയണം. ഒരു നോർമൽ സ്കിൻ എങ്ങനെയാണെന്നുള്ളത് അറിയണം. അപ്പോൾ ഒരു നോർമൽ സ്കിൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ മനുഷ്യരാണ്. നമുക്ക് എന്താ വരും, മുഖത്ത് പോഴ്സ് വരും, പിഗ്മെന്റേഷൻ വരും, അത്യാവശ്യം ചിലപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പിമ്പിൾസ് വരും, അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടാവും. നമ്മൾ ഇന്ത്യൻസ് ആണ്, സോ അൺഈവൻ സ്കിൻ ടോൺ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാവും. ഇതൊക്കെ നോർമലാണ്. അപ്പം നമുക്കൊരു പരിധി വിട്ടിട്ട് പിമ്പിൾസ് വരെയോ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ചൊരു അൺഈവൻ സ്കിൻ ടോൺ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അൺഈവൻ സ്കിൻ ടോൺ വരുന്നതാണ്. കാര്യം നമ്മൾ ബ്രൗൺ ബേസ്ഡ് സ്കിൻ ടോൺ വരുന്ന ആൾക്കാരാണ്. നമുക്ക് പൊതുവെ ഉണ്ടായിരുന്ന ആ ഒരു മുഖത്തിന്റെ ഒരു സ്കിൻ ടെക്സ്ചറിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ട് പിമ്പിൾസ് വേഴ്സ് ആവുന്നു, പിഗ്മെന്റേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു എന്നൊരു സ്കിൻ കണ്ടീഷൻ വരുവാണെങ്കിൽ അതിന് നമുക്ക് അബ്നോർമലായിട്ട് കണക്കാക്കാം. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ നമുക്ക് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കെമിക്കൽസ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സെറം, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മെഡിക്കേഷൻസ് പോലുള്ള ഓയിൽമെന്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതെന്ന് അറിഞ്ഞിരിക്കണം. കാര്യം ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണ്. അതായത് അവരുടെ മുഖത്തുള്ള പോഴ്സിന്റെ സൈസ് ആയാലും ചിലർക്ക് വലിയ പോഴ്സ് ആയിരിക്കും, ചിലർക്ക് ചെറിയ പോഴ്സ് ആയിരിക്കും, ചിലർക്ക് പിഗ്മെന്റേഷൻ കുറവായിരിക്കും, ചിലർക്ക് പിഗ്മെന്റേഷൻ കൂടുതലായിരിക്കും, ചിലർക്ക് പിമ്പിൾസേ കാണത്തില്ല, ചിലർക്ക് കുറച്ച് പിമ്പിൾസ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ വ്യത്യാസമാണ്. അവരുടെ മുഖത്തുണ്ടാകുന്ന ഈ സെബം പ്രൊഡക്ഷൻ തന്നെ ഭയങ്കര വേരിയേഷൻ ഓരോരുത്തർക്കും വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന പോലത്തെ ഒരു ഗ്ലാസ് സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ റെയർ ആണ്. കാര്യം നമ്മൾ ഇന്ത്യൻസ് ആണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ഈ കൊറിയൻ ആ ഒരു ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല. അതിപ്പം ആ ഒരു കൊറിയ പോലത്തെ രാജ്യങ്ങളിലുള്ളവർക്ക് മാത്രമേ, അത് ജെനറ്റിക്സും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സിന്റെ ഇതിലാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. ഇപ്പം കൊറിയൻസിനാണെങ്കിൽ അവർക്ക് ഈ ലെയർ ചെയ്യുന്ന ആ ഒരു സ്കിൻ കെയർ റൊട്ടീൻ അവർക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ഇത്രയും കുറച്ച് ചൂടുള്ള ആ ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ ഒരു കണക്കിനെ ഒരു ലെയർ ആ ഒരു ടൈപ്പ് ഓഫ് സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ വേർത്തൊലിക്കും ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോഗ് ആയിട്ട് വീണ്ടും പിമ്പിൾസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇന്ത്യൻസിൽ തന്നെ പല സ്കിൻ ടൈപ്പ് ഉള്ളവരുണ്ട്. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സ്കിൻ കെയർ റൊട്ടീൻ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മൾ രാവിലെ എണീച്ചിട്ട് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാണ്ട് വെറും പ്ലെയിൻ വാട്ടറിൽ ഫേസ് അത്യാവശ്യം നന്നായിട്ട് കഴുകി കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഏരിയ നെറ്റിയില്, മൂക്കില്, അത് ചിലപ്പോൾ മാറി വരാം. ചിലപ്പോൾ ചിലർക്ക് ഇവിടെയും മൂക്കിലും മാത്രമായിട്ട് വരാം, ചിലർക്ക് നെറ്റിയിലും മൂക്കിലും മാത്രമായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയിരിക്കും. അല്ല, ഈ കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞു മുറുകും പോലെ, അതായത് നമുക്ക് ഇവിടെ പുറമേ ചെറിയൊരു ഓയിലി ആയിരിക്കും, പക്ഷെ നമുക്ക് അകമേ ആ ഒരു അണ്ടർനീത്തിൽ നമുക്ക് ഈ ഒരു സ്കിൻ ഇങ്ങനെ വലിഞ്ഞു മുറുകും പോലെ തോന്നുവാണെങ്കിൽ നമുക്കത് ഡ്രൈ സ്കിന്നാണ്. അതുമല്ല, നമ്മൾ ഈ കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ മുഖം ഫുള്ളി എല്ലാം, അതായത് ഹോൾ ഫേസ് നല്ല ഓയിലായിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഓയിലി സ്കിൻ മൊത്തത്തിലൊരു തിളങ്ങി നിൽക്കുന്ന ആ ഒരു ഇതാണെങ്കിൽ നമുക്കത് ഓയിലി സ്കിന്നായിട്ട് കണക്കാക്കാവുന്നതാണ്. എന്നാൽ ഓയിൽ അത്ര ഇല്ല, ഡ്രൈനെസ്സും വലുതായിട്ടില്ല, കുറച്ച് പെർട്ടിക്കുലർ ഏരിയാസിൽ ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല എങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിന്നാണ്. അവർക്ക് കുറച്ച് പണി കുറവാണ് കേട്ടോ. നോർമൽ സ്കിന്നുള്ളവർക്ക് പൊതുവെ പണി കുറച്ച് കുറവാണ്. അങ്ങനെ ഈ 4 ടൈപ്പ് ഓഫ് സ്കിന്നാണ് സാധാരണ പൊതുവെ ഇന്ത്യൻസിൽ ഉണ്ടാവുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക. അതായത് ചിലവർക്ക് ഓപ്പൺ പോഴ്സ് ആയിരിക്കും, ചിലർക്ക് മൂക്കിലും ഇവിടെയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആയിരിക്കും, ചിലർക്ക് പിമ്പിൾ ആയിരിക്കും, ചിലർക്ക് ഒരു ഫേസിലൊരു ഡൾനെസ് ആയിരിക്കും, ചിലർക്ക് ഡീഹൈഡ്രേഷൻ ആയിരിക്കും, ചിലർക്ക് സ്കിൻ ബാരിയർ തന്നെ മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കുക. സ്കിന്നിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ, അതായത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് ക്ലെൻസർ, അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും വേണം.
അത് ഇപ്പം ഓയിലി ആയാലും ഡ്രൈ ആയാലും കോമ്പിനേഷൻ സ്കിൻ ആയാലും നോർമൽ ആയാലും എല്ലാവർക്കും ഈ ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ മസ്റ്റാണ്. ഈ ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഓരോ പ്രൊഡക്ട്സും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഓയിലി സ്കിന്നുള്ളവർ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈ സ്കിന്നുള്ളവർ കുറച്ച് തിക്നെസ് ആയിട്ടുള്ള, അതായത് കുറച്ച് തിക്നെസ് ഉള്ള ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അതുപോലെ തന്നെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കാര്യം അവർക്ക് എന്തെങ്കിലും നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഇട്ടൊരു ഫീല് വരണം. പക്ഷെ ഓയിലി സ്കിന്നുള്ളവർക്ക് നേരെ തിരിച്ചാണ്, നമ്മൾ പെട്ടെന്ന് മുഖത്ത് എന്തെങ്കിലും ഒരു ഇട്ടൊരു ഫീല് വരാത്ത രീതിയിലുള്ള, അതായത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മൾ ഈ നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന, അതായത് ഭയങ്കര ആ ഒരു ജെൽ ബേസ്ഡ് അല്ലാത്ത ഓർ വാട്ടർ ബേസ്ഡ് അല്ലാത്ത എന്നാൽ ഈ ഒരു ക്രീം മിക്സ്ചറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ ആൻഡ് അതുപോലെ തന്നെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഈ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഡ്രൈ സ്കിന്നുള്ളവർ അത്യാവശ്യം ഇങ്ങനെ നന്നായിട്ട് ഈ പതഞ്ഞ് വരുന്ന ഫേസ് വാഷ് ഉണ്ടല്ലോ, അങ്ങനത്തെ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം അവർക്ക് നാച്ചുറലി സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ കൂടി അതിങ്ങനെ എന്താ പറയുക അബ്സോർബ് ചെയ്തെടുത്തിട്ട് കൂടുതൽ ഡ്രൈ ആക്കും. അതേസമയം ഓയിലി സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ഫേസ് വാഷ്, കുറച്ച് ഫോം ഒക്കെ വരുന്ന അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ഫേസ് വാഷ് തന്നെ എടുക്കുക. ഇല്ലെങ്കിൽ അവരുടെ പോഴ്സിൽ എന്താ പറയുക ഈ അഴുക്കൊക്കെ ഇരുന്നിട്ട് പിമ്പിൾസ് വരാനുള്ള സാധ്യത ഈ ഓയിലി സ്കിന്നുകാർക്കുണ്ട്. സോ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഫേസിലെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് പ്രൊഡക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഇഷ്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഓരോ കെമിക്കൽസും എന്താ പറയുക ഓരോ സ്പെസിഫിക് പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ല എല്ലാം കൂടി വലിച്ചിടരുത്. അതുപോലെ തന്നെ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളതുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ എന്താ പറയുക അത്രയും മിനിമൽ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല ഒരുപാട് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസോ അങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. കാര്യം നിങ്ങളൊരു ബിഗിനർ ആണ്, കാര്യം ഇതുവരെയും എന്താ പറയുക കെമിക്കൽസ് ഒന്നും മുഖത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സെറം ആയിക്കോട്ടെ, അപ്പോൾ എന്തെങ്കിലും ക്രീം ആയിക്കോട്ടെ പെട്ടെന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അതിൽ എന്താ പറയുക റിയാക്ഷൻസ് ഉണ്ടായിട്ട് സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക ഒരു ബിഗിനർ ആയതുകൊണ്ട് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ സ്കിൻ ടൈപ്പ് ഉള്ളവരാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ഇഷ്യൂസ് വരാറുണ്ട്. സോ എന്താ പറയുക അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് നമ്മളെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾസ് വരുന്നത് എടുക്കാം. ഈ 1-2 പിമ്പിൾസ് വരുന്നത് എന്താ പറയുക നമുക്കൊരു സ്കിൻ ഇഷ്യൂ ആയിട്ട് കണക്കാക്കേണ്ട. കാര്യം നോർമലാണ്, നമ്മളെല്ലാവരുടെയും സ്കിന്നിന് ഡിഫറെൻ്റ് ആണ്. സോ കുറച്ചൊക്കെ വരാം, പക്ഷെ അതൊരു പ്രോബ്ലമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് സ്കിന്നിലെ പിമ്പിൾസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക. അല്ല ഇങ്ങനത്തെ രീതിയിൽ, അതായത് നിങ്ങൾ സാലിസിലിക് ആസിഡും യൂസ് ചെയ്തിട്ടും ഇത്രയും വേഴ്സ് ആയിട്ടാണ് പിമ്പിൾസ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവർ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ എടുത്ത് ആ ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് പ്രോബ്ലം ആയിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എടുക്കാം. ഇപ്പം ഈ മൂക്കിന്റെ ഭാഗത്തായാലും ഈ ചിന്നിന്റെ ഭാഗത്തായാലും നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അത്യാവശ്യം നല്ല രീതിക്ക് വരുവാണെങ്കിൽ, അതായത് ചിലർക്ക് ഈ ഒരു ഏരിയ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് കറുത്തിരിക്കും, കാര്യം അത്രയും നിറഞ്ഞ് ബ്ലാക്ക് ഹെഡ്സ് ഇരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ആ ഒരു രീതിക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സാലിസിലിക് ആസിഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് പോഴ്സ് ഉണ്ടല്ലോ, ഇപ്പം മൂക്കിലായാലും ഈ ചിന്നേരിയയിലായാലും പോഴ്സ് ഉണ്ടല്ലോ, ആ പോഴ്സിൽ ഈ ഒരു സാലിസിലിക് ആസിഡ് എന്ത് ചെയ്യുക പെനിട്രേറ്റ് ചെയ്ത് കയറിയിട്ട് അവിടെയുള്ള ആ ഡേർട്ടിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് ആക്കുന്നതാണ് സാലിസിലിക് ആസിഡ് ചെയ്യുന്നത് പൊതുവെ. സോ നമ്മൾ എന്ത് ചെയ്യുക പിമ്പിൾസിനും ബ്ലാക്ക് ഹെഡ്സിനും വൈറ്റ് ഹെഡ്സിനും എന്ത് ചെയ്യുക ഈ ഒരു സാലിസിലിക് ആസിഡ് ബേസ്ഡ് സെറം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുമല്ല നിങ്ങളുടെ പ്രോബ്ലം സ്പോട്സ് ആണ്, അതായത് നമ്മൾ ഈ പിമ്പിൾസ് വന്നിട്ട് പോയ മാർക്സ് സ്പോട്സ് അങ്ങനത്തെ സ്പോട്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആൽഫ ആർബൂട്ടിൻ അതുപോലെ തന്നെ ഇല്ലെങ്കിൽ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുക. ഈ ആൽഫ ആർബൂട്ടിൻ എന്ന് പറയുന്നത് നമുക്ക് ഈ സെറം ബേസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു കെമിക്കലാണ്. സോ എന്ത് ചെയ്യുക അതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ മുഖം കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കുന്നു, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുമല്ല നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ നിങ്ങൾ സെറമൈഡ് ബേസ്ഡ് ആയിട്ടുള്ള സെറം യൂസ് ചെയ്യാം, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം.
അതുപോലെ തന്നെ ഹൈറലോണിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ഈ സെറം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴത്തേനും ഡീഹൈഡ്രേഷൻ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ സ്കിൻ ഇഷ്യൂ ഈ പറഞ്ഞതൊന്നുമല്ല, ഒരു ഡൾനെസ് ആണ്, ഒരു എന്താ പറയുക ഒരു അൺഈവൻ സ്കിൻ ടോൺ ആണ്, മൊത്തത്തിൽ മുഖം ഒരു എന്താ പറയുക ഒരു ഡള്ളായിട്ട് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക AHA BHA പീൽ യൂസ് ചെയ്യുക, ഓർ ഗ്ലൈക്കോളിക് ആസിഡ് ഓർ ലാക്റ്റിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള പീൽസ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഡൾനെസ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്ത് ഡെഡ് സെൽസ് മുഖത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ എന്താ പറയുക ആ ഒരു ഡൾനെസ് മുഖത്ത് ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു ഡെഡ് സെൽസ് ഒന്ന് പീലായി പോകാനായിട്ട് നമ്മൾ ഈ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യാം. ഈ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക കോൺസെൻട്രേഷൻ നല്ല കുറഞ്ഞ കെമിക്കൽ പീൽസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഇതുപോലുള്ള കെമിക്കൽ പീൽസ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യാം കോൺസെൻട്രേഷൻ കുറഞ്ഞത് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ മുഖത്ത് റെഡ്നെസ് വരാം, അങ്ങനെ എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻസ് വരാവുന്ന സാധ്യതയുണ്ട് ബിഗിനർ ആണെങ്കിൽ. അല്ല നിങ്ങൾക്ക് എന്താ പറയുക ജസ്റ്റ് ഒരു സ്കിൻ കെയർ റൊട്ടീൻ തുടങ്ങി, അപ്പോൾ ഈ ഒരു ഡൾനെസ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് കോൺസെൻട്രേഷൻ കുറഞ്ഞതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ബിൽഡ് ചെയ്ത് പിന്നെ എന്താ പറയുക അത്യാവശ്യം നല്ലൊരു സ്കിൻ കെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൊട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം കോൺസെൻട്രേഷൻ കുറഞ്ഞ കെമിക്കൽ പീൽസ് ഒക്കെ സെലക്ട് ചെയ്യുക. അതായത് വളരെയധികം കുറഞ്ഞ, അതായത് 2% വളരെ കൂടുതലാണ്, ഈ 0.5% ഒക്കെ ഉണ്ട്. സോ അതുപോലത്തെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം പതിയെ അത് ബിൽഡ് ചെയ്ത് പിന്നെ എന്താ ഒരു കറക്റ്റ് സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സാലിസിലിക് ആസിഡ് സെറം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസിനും ബ്ലാക്ക് ഹെഡ്സിനും വൈറ്റ് ഹെഡ്സിനും യൂസ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഹോൾ ഫേസ് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയാണോ പിമ്പിൾസ് ഉള്ളത് അതുപോലെ തന്നെ എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെ മാത്രമായിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇടുക. അതായത് ജസ്റ്റ് ഇപ്പോൾ എനിക്ക് ഇവിടെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളതെങ്കിൽ ഇവിടെ മാത്രമായിട്ട് ഇടുക, ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമായിട്ട് ഇടുക. അത് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അവിടെ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് വയ്ക്കുക. ഹോൾ ഫേസ് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതൊന്ന് ഇതൊന്ന് മാറി വരുമ്പോഴത്തേനും ഈ ഒരു സാലിസിലിക് ആസിഡ് എന്ത് ചെയ്യാം ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്താ പറയുക എല്ലാവരും പറയും പോലെ എന്താ പറയുക ഹോൾ ലൈഫ് അത് യൂസ് ചെയ്യാനായിട്ട് പറയുന്നില്ല. കാര്യം നമ്മൾ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. സാലിസിലിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു സ്കിൻ കണ്ടീഷൻ മാറുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ നമ്മൾ ഈ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം കെമിക്കൽ പീൽസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾസ് ആണെങ്കിലും ഓപ്പൺ പോഴ്സ് ആണെങ്കിലും പിഗ്മെന്റേഷൻ ആണെങ്കിലും അല്ല ഡീഹൈഡ്രേഷനും ഈ പ്രോബ്ലംസ് എല്ലാം ഉള്ള ഒരു സ്കിൻ ആണ് എങ്കിൽ നമ്മൾ എന്താ പറയുക ഈ പറഞ്ഞ കണക്ക് എല്ലാ സെറവും കൂടി വാരിയിടേണ്ട ആവശ്യമില്ല. സോ അതിന് നമ്മൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ എല്ലാ സെറവും കൂടി വാരിയിടുമ്പോഴത്തേനും മുഖം മൊത്തം ഡാമേജ് ആവും. സോ നമ്മൾ എന്ത് ചെയ്യുക അതിന് ഓരോ പ്രോബ്ലംസ് ആയിട്ട് സോൾവ് ചെയ്ത് കൊണ്ടുവരിക. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ എല്ലാ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ സ്കിൻ ബാരിയർ ഡാമേജ് ആണോ അല്ലേ എന്നുള്ളതാണ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. അപ്പം സ്കിൻ ബാരിയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക സ്കിൻ ബാരിയർ കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക കറക്റ്റ് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് സെറമൈഡ് ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും സെറമൊക്കെ യൂസ് ചെയ്തിട്ട് ഡീഹൈഡ്രേഷൻ മാറ്റിയിട്ട് മുഖം നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. കാര്യം ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട്. സോ എന്ത് ചെയ്യുക ഡീഹൈഡ്രേഷൻ ആ ഒരു പ്രോബ്ലം മൂന്നാമതായിട്ട് സോൾവ് ചെയ്യുക. അതും കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക ഈ മൂക്കുരു വന്ന പാടൊക്കെ ഉണ്ടല്ലോ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാര്യം നമ്മൾ ഈ മൂക്കുരു മാറ്റാണ്ട് നമ്മൾ ഈ സ്പോട്സ് അതായത് നമ്മളെ ഈ മൂക്കുരു കാരണം വരുന്ന പാടുണ്ടല്ലോ അത് മാറ്റിയിട്ട് കാര്യമില്ല. കാര്യം വീണ്ടും മൂക്കുരു വരും, വീണ്ടും പാട് വരും, വീണ്ടും മൂക്കുരു വരും, വീണ്ടും പാട് വരും. സോ എന്ത് ചെയ്യുക മൂക്കുരു ആദ്യം കറക്റ്റായിട്ട് എല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു ഡാർക്ക് സ്പോട്ട്സ് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ അപ്പോൾ നാലാമതായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ട്രീറ്റ് ചെയ്യുക. അതും കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യുക സ്കിന്നിൽ ഡൾനെസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട്. സോ സാധാരണ ഡൾനെസ് വരുന്നത് നമ്മൾ വെയിൽ കൊണ്ടിട്ടോ അത്യാവശ്യം നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ. സോ നമ്മൾ പുറത്തിറങ്ങി അത്യാവശ്യം നല്ല രീതിക്ക് വെയിൽ കൊള്ളുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ ആണെങ്കിൽ പെട്ടെന്ന് ഡൾനെസ് വരും. സോ നമ്മൾ എന്ത് ചെയ്യുക അവസാനമാണ് നമ്മൾ ഈ ഡൾനെസ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കണക്ക് നമ്മൾ എന്തെങ്കിലും കെമിക്കൽ പീലോ അത് ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്
കോൺസെൻട്രേഷൻ കുറഞ്ഞ കെമിക്കൽ പീൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ അതൊരു എന്താ പറയുക, ഒരു 6 months ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പതിയെ ആ ഒരു കോൺസെൻട്രേഷൻ കൂട്ടി കൊണ്ടുവരിക. ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി യൂസ് ചെയ്യാവുന്നതാണ് സ്കിൻ ഡൾനെസ് മാറ്റാനായിട്ട്. വൈറ്റമിൻ സി അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് സ്കിൻ ഡൾനെസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഈ സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫുഡും കറക്റ്റായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെൽത്തി ഫുഡ് കഴിക്കുക. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മസ്റ്റായിട്ട് കഴിക്കുക. വെള്ളം ഞാൻ പറയുന്നില്ല, ഈ ഒരു ലിറ്റർ കണക്ക് ഞാൻ പറയുന്നില്ല, ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം പറയുന്നില്ല. കാര്യം ഈ വെള്ളം കുടിക്കുന്ന കണക്കെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അത് അവരുടെ ബോഡി വെയിറ്റിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം, എന്നാലും അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റഡ് ആക്കി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിനെല്ലാം പുറമെ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങാനും ശ്രദ്ധിക്കുക. എന്താ പറയുക, അത്യാവശ്യം ഭയങ്കര ലേറ്റ് ആവാണ്ട് കിടക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ ഈ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഭയങ്കര വേഴ്സായിട്ട് കിടക്കുവാണെങ്കിൽ അത് തന്നെ നമ്മുടെ സ്കിൻ ഇഷ്യൂസിന് ഒരു റീസൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ലീപ്പിംഗ് ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെഡിലെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ഈ ഒരു പില്ലോ കവറും കറക്റ്റായിട്ട് പീരിയോഡിക്കലി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അതുപോലെ തന്നെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന നമ്മളിപ്പോൾ മേക്കപ്പ് ബ്രഷ് ആയാലും അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഈ സ്പഞ്ചൊക്കെ ഉണ്ടല്ലോ, മേക്കപ്പ് ബ്രഷും സ്പഞ്ചും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടവൽസ് അതുപോലത്തെ സാധനങ്ങൾ കാണുമല്ലോ. സോ അതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പീരിയോഡിക്കലി വാഷ് ചെയ്ത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു കറക്റ്റ് സ്കിൻ കെയർ റൊട്ടീൻ, ഒരു ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സ്കിന്നെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് പോലെ നമ്മളെ ഇന്ത്യൻ സ്കിന്നിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് അത് അത്യാവശ്യം നടക്കുന്ന കാര്യമല്ല. കാര്യം അവരുടെ ജെനറ്റിക്സ് വേറെയാണ്, അവർ താമസിക്കുന്ന ആ ഒരു കൺട്രിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ വേറെയാണ്, നമ്മുടെ കൺട്രിയിലെ അറ്റ്മോസ്ഫിയർ വേറെയാണ്. സോ എന്ത് ചെയ്യാം, അത് ഭയങ്കര വേരിയേഷൻസ് ഉണ്ട്. സോ ആ ഒരു ഗ്ലാസ് സ്കിന്ന് നമ്മൾ ഈ കാണിക്കുന്ന പോലെ ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഇങ്ങനെ ഭയങ്കര തൊട്ടാത്തിറക്കും കണക്കുള്ള ഒരു സ്കിന്ന് വരിക എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണാണ്. ഇന്ത്യൻ സ്കിന്നിന് പല പ്രോബ്ലംസ് നമ്മളെ ബാക്കിയുള്ള കൺട്രിയിലുള്ള സ്കിന്നിനെ അപേക്ഷിച്ച് നമുക്കൊരു കുറച്ച് വ്യത്യാസമുണ്ട്. അതിപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആയാലും സൗത്ത് ഇന്ത്യൻസ് ആയാലും നമ്മുടെ സ്കിന്നിൽ ആ ഒരു വേരിയേഷൻസ് വരാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക. അത്യാവശ്യം സ്കിൻ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അതിലൂടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബിഗിനർ ആണെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ കെമിക്കൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പതിയെ ബിൽഡ് ചെയ്ത് നല്ലൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു പോഴ്സ് വരിക, അവിടെ ആയിട്ട് കുറച്ച് പിമ്പിൾസ് വരുന്നത്, ചെറിയൊരു പിഗ്മെന്റേഷൻ മുഖത്തുള്ളത്, അൺഈവൻ സ്കിൻ ടോൺ വരുന്നത്, ഇതൊക്കെ നമ്മൾ എന്താ പറയുക നോർമലാണ്. അതിൽ നമ്മൾ വറി ചെയ്യേണ്ട ഒരു കാര്യവും. അപ്പം നമ്മളത് ആ ഒരു നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്നും കൂടുതൽ വേഴ്സ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഈ പറഞ്ഞ കണക്ക് സെറം ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്, അതായത് നമുക്ക് ഈ സ്കിൻ അലർജി, സ്കിൻ ഇഷ്യൂസ് അല്ലാണ്ട് ഉള്ളിൽ എന്തെങ്കിലും ഇന്റേണൽ പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യവും ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഒന്നുമില്ല, ഹോർമോണൽ ഇംബാലൻസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യവും ഉറപ്പ് വരുത്തുക. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനത്തെ സ്കിൻ ഇഷ്യൂസോ സ്കിൻ പ്രോബ്ലംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ഗൈസ്. ബൈ.